തൃശൂർ നാട്ടികയിൽ തടിലോറി പാഞ്ഞു കയറി 5 പേർക്ക് ദാരുണാന്ത്യം. റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടി സംഘത്തിനിടയിൽ ലോറി പാഞ്ഞു കയറിയത്. മരിച്ചവരിൽ 2 പേർ കുട്ടികളാണ്. നാട്ടിക JK തിയേറ്ററിന് സമീപം പുലർച്ചെ 4 മണിക്കായിരുന്നു അപകടം. രാജു ഗുരുവായൂർ ചേരുന്നു വിവരങ്ങളുമായി. രാജു, അതിദാരുണമായ വാർത്ത, 5 പേർക്കാണ് ദാരുണാന്ത്യമുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് സംഭവം? അശ്വതി, തൃശൂർ നാട്ടിയിൽ നിന്നാണ് അതിദാരുണമായ ഒരു വാർത്ത നമുക്കിപ്പോൾ പങ്കുവെക്കേണ്ടി വരുന്നത്. കണ്ണൂരിൽ നിന്നും തടി കയറ്റി വന്ന ലോറി ഡിവൈഡർ ഇടിച്ചു തകർത്ത് ഉറങ്ങിക്കിടന്നിരുന്ന നാടോടികളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറിയാണ് 5 പേർ ഇപ്പോൾ ദാരുണമായി മരണപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഹൈവേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാഹനം തിരിച്ചുവിടുന്ന ഡിവൈഡർ ഇടിച്ചു തകർത്ത ശേഷമാണ് നാടോടികൾ കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്തേക്ക് ലോറി പാഞ്ഞു കയറിയത്. ഇന്ന് പുലർച്ചെ 3:45 കൂടിയായിരുന്നു സംഭവം നടന്നത്. തൽക്ഷണം 5 പേർ മരിച്ചു. 15ഓളം പേർ നാടോടികളാണ് ഇവിടെ തമ്പടിച്ചിരുന്നത്. ബാക്കി 7ഓളം പേർക്ക് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെ സമീപ പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയുന്ന വിവരം. എന്നാൽ മരിച്ചവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് എത്തി ഇവരുടെ പേര് വിവരങ്ങൾ കണ്ടുപിടിക്കാനും മറ്റു വിവരങ്ങൾ ശേഖരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം തന്നെ നമുക്കത് ലഭ്യമാകും. തികച്ചും അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് രാവിലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. അശ്വതി, അതാണ് രാജു, ഈ വഴിയോരത്ത് കിടന്നുറങ്ങുകയായിരുന്നവരിലേക്കാണ് ഈ ലോറി പാഞ്ഞു കയറിയതെന്ന് മനസ്സിലാക്കുന്നു. ഈ ലോറി ഡ്രൈവർ മദ്യപിച്ചിരുന്നതായൊക്കെയുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഈ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഏകദേശം സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് ഈ ഡിവൈഡറിൽ നിന്നും 50 മീറ്ററോളം ദൂരമുണ്ട്. 50 മീറ്റർ ദൂരത്ത് നിന്നും ഈ കാഴ്ച കാണാവുന്നതാണ്. എന്നാൽ ലോറി വേഗത്തിലായ ലോറി 50 മീറ്റർ അകലെ കിടന്നുറങ്ങുന്ന ഈ നാടോടി സംഘത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ 5 പേർ ദാരുണമായി മരണപ്പെടുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാൻ കാരണം എന്നാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. അശ്വതി, ഈ മരിച്ചവരെല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരിവിടെ രാജു, നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ വിവരങ്ങൾ. രാവിലെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ പോലും ഇവരിവിടെ എപ്പോഴും സ്ഥിരമായി ഇവിടെ തന്നെ ഉറങ്ങുന്ന പതിവുള്ളവരാണോ? എത്ര പേർ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു? എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു? അശ്വതി, ഈ സീസൺ അനുസരിച്ച് ഈ ശബരിമല സീസൺ സംബന്ധിച്ച് ഇവർ ഈ ഗുരുവായൂർ അമ്പലനടയിലായാലും അതുപോലെ തന്നെ തൃപ്രയാർ അമ്പലനടയിലായാലും, പോരാത്തതിന് ഇന്നലെ തൃപ്രയാർ ഏകാദശി കൂടിയായിരുന്നു. അതിന്റെ ഭാഗമായി കൂടി ഇവർ ഈ സീസൺ കാലഘട്ടത്തിൽ ഇവിടെ വരുന്നതും തമ്പടിക്കുന്നതും പതിവാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ നാടോടി സംഘം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നത്. ഇവിടെ ഇവർ ഈ സീസൺ കഴിയുന്ന കാലഘട്ടത്തിൽ ഇവർ ഇവിടെ നിന്നും പോവാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ ഈ സീസൺ പ്രമാണിച്ചാണ് ഇവർ ഇവിടെ വന്നതും തമ്പടിച്ചതും. അതോടൊപ്പം തന്നെ ഈ ദാരുണമായ ഈ ഒരു അപകടം ഉണ്ടായതും JK തിയേറ്ററിന് സമീപമാണ്. നാട്ടിക JK തിയേറ്റർ ഉണ്ട്, അതിന്റെ സമീപത്താണ് ഈ സംഭവം നടന്നത്. ദൃക്സാക്ഷികൾ പറയുന്നത് മദ്യപിച്ച രീതിയിലാണെങ്കിലും പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരി രാജു, ഞാൻ രാജുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ദിനേശൻ MR നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ദിനേശൻ, അതിദാരുണമായ ഒരു സംഭവം, 5 പേർ മരിച്ചിരിക്കുന്നു. തടിലോറി പാഞ്ഞു കയറിയാണെന്ന് മനസ്സിലാക്കുന്നു. താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? കോഴിക്കോട് നിന്ന് പെരുമ്പാവൂർക്ക് തടി കയറ്റി പോയിരുന്ന ലോറിയാണ്.